പറമ്പിൽ കിളയ്ക്കുന്ന സൗണ്ട് കേട്ടോണ്ട് എണീറ്റ് വന്നത്. നോക്കുമ്പോൾ അച്ഛൻ കപ്പ പറിക്കുമായിരുന്നു. അപ്പം ഞാനും ഇറങ്ങിച്ചെന്ന്. ആദ്യം ഞാനോർത്ത് കടയിൽ കൊടുക്കാനായിട്ട് പറിക്കുമായിരിക്കുന്നു. പിന്നെ അച്ഛൻ പറഞ്ഞല്ല, നമുക്കിതങ്ങ് ഉണക്കി വെക്കാമെന്ന് പറഞ്ഞ്. വാട്ടുകപ്പ വെള്ളുകപ്പ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഉണക്കക്കപ്പയാക്കി വെക്കാമെന്ന് പറഞ്ഞ്. കടയിൽ കൊടുത്തതിനൊന്നും വലിയ വില കിട്ടത്തില്ലെന്നേ. അപ്പം എന്നാൽ ഉണക്കി വെച്ചാൽ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാമല്ലോ. അച്ഛനമ്മയുടെ അതിൽ അരിഞ്ഞ് മണ്ടേ കൊണ്ടുവന്ന് ഉണക്കാനിട്ട്. എനിക്ക് പാതി ഉണങ്ങിയ കപ്പ തിന്നാൻ വലിയ ഇഷ്ടമാണ്. അപ്പം ഞാനത് തിന്നാനായിട്ട് മണ്ടയ്ക്ക് കയറി. പാതി ഉണങ്ങി കിടക്കുമായിരുന്നു. അതിനകത്തുനിന്ന് ഒരു കഷ്ണം എടുത്ത് കുറച്ച് തിന്നുകൊണ്ടിരുന്നപ്പോഴത്തേനും തോണ്ടിടോ ചക്ക വലുതായത് കണ്ടത്. കോട്ടയംകാർ ചക്ക കണ്ട വിടൂലെന്നേ. ഭയങ്കര ചക്കപ്രാന്തികളോ കോട്ടയംകാർ. അപ്പോൾ അതാണ്ടൊരു സപ്പോർട്ട നിൽപ്പുണ്ടായി, നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. ഇവിടെ അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല ആർക്കും. പിന്നെ അച്ഛനങ്ങ് നട്ടെന്നേ ഉള്ളൂ. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വാഴ നിൽപ്പുണ്ടായിരുന്നു. കൂമ്പൊടിക്കാറായെന്ന് പോയി നോക്കിയത്, പക്ഷേ കൂമ്പൊടിക്കുന്നവരും ആയില്ല. ആകുമ്പോൾ കൂമ്പ് തോരൻ ഉണ്ടാക്കാമല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഒരു ആത്തച്ചക്ക ഉണ്ടായിരുന്നു. ഇതിന് ആത്തച്ചക്ക എന്നല്ല എല്ലായിടത്തും പറയുന്നത്. ഇത് വലുതായിട്ട് പഴുത്തിട്ടില്ല. പഴുത്തോ നോക്കാൻ പോയതാ, പഴുത്തിട്ടില്ല. ഇതിവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഈ ആത്തച്ചക്ക. നിങ്ങളുടെ നാട്ടിലേക്ക് ഇതിന് എന്നാ പറയുന്നത്?